ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നാളെ പെരുന്നാളാണ്. ഇത് നിങ്ങൾ വീഡിയോ കാണുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസമാണ്, പക്ഷേ ഞങ്ങൾ എടുക്കുന്നത് തലേന്നാണ്. പെരുന്നാളായതുകൊണ്ട് ഞാനും സാലിയും കൂടെ ജസ്റ്റ് ഒരു പർച്ചേസിന് പോവാണ്. വലുതായിട്ടൊന്നുമില്ല, പെരുന്നാൾ വലിയ ആഘോഷമൊന്നുമില്ല. ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ആഘോഷിക്കാൻ പറ്റിയൊരു ഇതിലല്ല. എന്നാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വലിയ പെരുന്നാളാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്കും സാലിയുടെ ഉമ്മാക്കും ഡ്രസ്സ് മാത്രം, വേറെ ഒന്നുമില്ല. വേറെ അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളായിട്ടൊന്നും നടത്തുന്നൊന്നുമില്ല. ഞങ്ങളും ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ ഇരിപ്പുണ്ട്. പെരുന്നാളിനായിട്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി നിൽക്കുവാണ്. സാരി റെഡിയാവാൻ ചെയ്തിട്ട് കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് സാരി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സാരി വന്നിട്ട് ഇറങ്ങാം. അങ്ങനെ സാരിയുടെ ഒരുക്കമെല്ലാം കഴിഞ്ഞ് സാരി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ച്. ഹായ് പറയടി, ഒരു ഹായ് എങ്കിലും പറയടി. നമ്മളെവിടെ പോവാ സാലി? നമ്മളിപ്പോൾ ഉമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുൽസു, ഞങ്ങളുടെ പൂച്ചയാണ്. ഇതുവരെ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കൂട്ടിലിട്ട് ചെയ്യുന്ന മീറ്റ് ചെയ്തിട്ട് ഇട്ടേക്കുവാണ്. അത് കാരണം കൂട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. കിടന്നോടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് കൂട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കാറില്ല. മതി, ഇത്രയും നേരം കണ്ണാടിയുടെ മുമ്പിലല്ലായിരുന്നു. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരുടെ കാറാണ്. അവരുടെ വീട്ടിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ്. അപ്പം നമുക്ക് പോവാം. ആർ യു റെഡി? നമ്മൾ പോയി ഡ്രസ്സെല്ലാം വാങ്ങി തിരിച്ചു വന്നു. ഭയങ്കര മഴയായിരുന്നു. അതുപോലെ തന്നെ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഷോപ്പിനകത്തു നിന്നൊന്നും ചെറിയൊരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പം പെരുന്നാളായിട്ട് ഷോപ്പുകളെല്ലാം തുറക്കാനൊക്കെ അനുവദിച്ചിരിക്കുന്നതുകൊണ്ട് ടൗണിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അറിയാം കോവിഡിൻ്റെ പോസിറ്റിവിറ്റിയൊക്കെ നിരക്കൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും നമ്മുടെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം പെരുന്നാളിൻ്റെ രാവായിട്ട് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും. നാളത്തേക്കുള്ള ഫുഡിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെ ഉണ്ടാവും. അതേപോലെ ഇന്ന് നമുക്ക് നോമ്പാണ്. വലിയ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ദിവസം അറഫ നോമ്പെന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ട്. അറഫ ദിനത്തിൽ അങ്ങനെ ഒരു പ്രത്യേക ദിവസമാണ്, അതിൻ്റെ ഒരു നോമ്പുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും നോമ്പാണ്.
അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ ഉമ്മിയും സാലിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നല്ല മഴയുമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ചാറി പിന്നെയും ഒരു റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് പെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കിച്ചണിൽ പോയിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ കാണാം. ആസ് യൂഷ്വൽ ഇന്നും ചിക്കൻ കറി തന്നെയാണ് നോമ്പ് തുറക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഡിഷസാണ്. അപ്പം ഇന്ന് ഇപ്പോൾ നോമ്പ് തുറക്കാൻ ടൈമായി വരുന്നു. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വൈൻഡപ്പൊക്കെ കണക്കായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാവും. അപ്പം അതുകൊണ്ടാണ് ഇത്ര നേരത്തെ അങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പെരുന്നാൾ രാവിൻ്റെ ഒരു പഴയ ഒരു അനക്കമൊന്നും ഇപ്പം ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും പുറത്ത് ടൗണിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുറത്തെ കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തുള്ള പരിപാടികളും ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പെരുന്നാളിൽ സ്പെഷ്യലായിട്ടുള്ള വ്ളോഗ് മൊത്തം ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ രാത്രിയിലത്തേക്ക് ഇനി പ്രത്യേകിച്ച് നാളത്തേക്കുള്ള അടുപ്പിലും ഫംഗ്ഷൻ വലിയ പരിപാടിയായിട്ട് എല്ലാവരും കൂടെ കൂടി സെലിബ്രേറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വൈകിട്ടത്തേക്കൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നാളത്തേക്കാണ് പരിപാടികളെല്ലാം നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈദ് സ്പെഷ്യൽ എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.